കില്ലടിയുണ്ട്. എന്തായാലും ഒരു വളർന്നു വരുന്ന ഒരു പ്രതിഭയാണ്. രണ്ടുപേരും ഇപ്പൊ ലാലേട്ടൻ ജീന വിസ്മയ. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കഥയിലോട്ട് വരുന്ന കഥ പറഞ്ഞു പോകുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് മെയിൻ ആ ഒരു റോമാഞ്ചിഫിക്കേഷൻ അല്ലെ ആ ഒരു ഹൈ നമുക്ക് കിട്ടുന്നത്. ലാലേട്ടൻ അടിപൊളിയാണ്. ലാലേട്ടൻ പിന്നെ പറയണ്ടല്ലോ. വിസ്മയായാലും ആശിഷായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ട്, ലാലേട്ടനും നന്നായിട്ട് തന്നെ ചെയ്തു. രണ്ടുപേരുടെ കോമ്പോ കൊള്ളാം. അങ്ങനെ സീൻ ത്രൂ ഔട്ടില്ല. ലാലേട്ടൻ ജസ്റ്റ് ഒരു ചെറിയ ഇതുള്ളു. രണ്ടു മൂന്ന് സീൻസിനൊക്കെ ഉണ്ട്. പിന്നെ ആക്ഷൻ ഓറിയന്റഡ് മൂവിയാണ്. തിയേറ്റർ മൊത്തത്തിൽ കത്തിച്ചു. അത്യാവശ്യം തന്നെ കത്തിച്ചിട്ടുണ്ട്. മോഹൻലാൽ വരുന്ന സീൻ തന്നെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ത്രില്ലിംഗ് ആയിരുന്നു. സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു. പറയുന്നില്ല. ആക്ഷൻ പടമായിട്ട് കാണാൻ വരണ്ട. നല്ലൊരു ത്രില്ലിംഗ് മൂവിയാണ്. ഫാമിലി പടമായിട്ട് കണ്ടാൽ മതി. ഗംഭീരമായ ഇമ്പാക്റ്റ് ആണ്. അത് ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ക്യാമിയല്ല. ആ സിനിമക്കകത്ത് അദ്ദേഹത്തിന് ഒരു റോൾ ഉണ്ട്. ആ റോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ റോളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെയാണ് ലാലേട്ടനെ സിനിമക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ അല്ല മകളായതുകൊണ്ട് വന്ന് അഭിനയിച്ചതും അല്ല. ആ സിനിമക്കകത്തുള്ള റോള് അത് അദ്ദേഹത്തിന്റെ രണ്ട് സീനുകളേ ഉള്ളൂ. അത് രണ്ടും ഗംഭീരമായിട്ട് തിയേറ്ററിന്. മോഹൻലാലിന്റെ എൻട്രിയും പിന്നെ വില്ലനാകി ചെറിയ ഡയലോഗ് ഉള്ളെങ്കിലും എക്സ്പ്രഷൻ നോക്കി എല്ലാരും നോക്കി. ഫൈറ്റിനൊക്കെ അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ഞാൻ ഇനിയും പോയി കാണും. ഇഷ്ടപ്പെട്ടോ? നമ്മളൊരു തുടരും കണ്ട ഒരു ഫീലൊക്കെ ഉണ്ടോ? അതാണ്ട് സൂപ്പറായിരുന്നു. സമയമെന്ന് പറയുമ്പോൾ തിയേറ്റർ കത്തിച്ചില്ല. രണ്ടുപേരുടെ കോംബോ ഒക്കെ അടിപൊളിയാണോ? സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റിന്റെ ഫസ്റ്റ് ഒരു ഷോട്ട് തന്നെ തിയേറ്ററിൽ ഭയങ്കര നമുക്കൊരു ഹൈ കിട്ടുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും നല്ല പടം നല്ല അടിപൊളി തുടക്കമാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല സൂപ്പർ എൻജോയ് ചെയ്തു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. കുഴപ്പമൊന്നുമില്ല.